അങ്ങനെ ഇതാ വീണ്ടും അടുത്ത ദിവസം രാവിലെ ആയി. ഇടുണ്ടുമോള് ഇതാ വായില്ല കുഞ്ഞപ്പനൊക്കെ പ്രതീക്ഷിച്ച അവരെ മേലെ കയറി പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. നേരം വെളുത്തു കഴിഞ്ഞാൽ അവൾക്ക് മേലെ പോകണം, കാഴ്ച കാണണം. ഇത് തന്നെ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ലക്ഷ്യം കുഞ്ഞിന്. പിന്നെ അവളുടെ ചിരകാല അഭിലാഷമായ പൂച്ചയെ കാണണം, പൂച്ചയെ കാണണം. ദൂരെ നിന്നും അതിന്റെ മണ്ടയ്ക്ക് ഇന്ന് റൂമിലെ ജനലിൽ കൂടി മാത്രമേ കുഞ്ഞ് പൂച്ച കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഇതാ പൂച്ചയുടെ അടുത്തൊക്കെ വന്നിരിക്കുന്നത്. ഓടിപ്പോയി പിടിക്കാൻ പാകിയ പൂച്ച കൈ ഉയർത്ത് വരുവിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ഗ്യാപ്പിട്ട് അവിടെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും അവൾക്ക് കണ്ടങ്ങ് കൊതി തീർന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു. അവള് പിന്നെ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിക്കില്ല. എന്ത് വലിയ അവളെ എത്ര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണെങ്കിൽ നമ്മൾ നോ പറഞ്ഞാൽ പിന്നെ ചെയ്യില്ല. പോയി കാണുക, എടുക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോ പറഞ്ഞുകൊണ്ട് മാത്രം അവളൊരു ഗ്യാപ്പ് ഇട്ട് ദൂരെ നിന്ന് പൂച്ചയെ കണ്ടതാ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ. ഓടി ഓടി പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം പൂച്ച തിരിച്ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അത് ഇവൾക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്തൊന്നും ശീലമില്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു ഡാം കാണാൻ വേണ്ടി പോയി. ഇവിടെ അടുത്ത് വലിയ ഡാമാണ്. ഡാം കാണാൻ ചെന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ കാര്യമൊക്കെ മറന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരൊരു 2-3 വലിയ വള്ളമൊക്കെ നിർത്തിയിട്ട് ഇഷ്ടം പോലെ മീനിനെ പിടിക്കാറ്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഡാം വാങ്ങാൻ വന്നാന്നുള്ളത് മറന്നുപോയി. ഞങ്ങൾ മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. കുത്തത്തില്ല, ചാടി പോവും വെള്ളത്തിൽ. അതുപോലുള്ള വേറെ എല്ലാം ഉണ്ടെന്നാ. എന്തുവാടാ അത്? മുഷി. അപ്പം നമ്മൾ ഈ മീൻ പിടിച്ചിടുന്ന വലക്കാരോട് നമ്മൾ മീൻ തരുമോന്ന് അവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ഇതിന് തൊട്ടപ്പുറത്ത് അവരവിടെ ഇറക്കുന്നുണ്ട്, അവിടെ ചെന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വണ്ടിക്ക് എടുത്ത് അവിടേക്ക് പോയി. അത് ഏകദേശം നമ്മുടെ ഫിഷ് മാർക്കറ്റ് പോലെയൊക്കെ ഒരു സ്ഥലമായിരുന്നു. കുറേ ഈ മീനെ കൊണ്ടുവന്നിട്ട് ശരിക്കും അത് അവർ വിൽക്കാനല്ല, അവിടെ നിന്ന് അവർ കയറ്റി വിടുക ചെയ്യുന്നത്. വലിയ ഫ്രീസർ പാക്കറ്റുകളിലാക്കി കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഡയറക്റ്റ് അവിടെ ചെല്ലുന്നവർക്ക് അവർ തരും. അങ്ങനെ ഞങ്ങൾ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളെ തരംതിരിക്കുന്നത് കാണുന്നത്. മെയിനായിട്ട് നമ്മുടെ സിലോപ്പിയ ഉണ്ട്, രോഹു ഉണ്ട്, ഇത് ടൈഗർ ഫിഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ഏട്ടക്കൂരിയുടെ ടൈപ്പ് വേറൊരു മീനുണ്ട്. ഈ ഒരു ടൈപ്പ് പക്ഷെ എല്ലാം വലിയ മീനുണ്ടോ. വീഡിയോയിൽ എത്രത്തോളം എനിക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒത്തിരി വലുതാണ്. എനിക്ക് ആ മീനിന്റെ വലിപ്പം കണ്ടിട്ടാണ് നമ്മളത് വാങ്ങിച്ചത് തന്നെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടൊരു മന്ദിരമുണ്ട്. മന്ദിരം എന്നാണല്ലോ ഇവർ പറയണത്. നമുക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു മലയുടെ മേലിലാണ്. ഞാനൊക്കെ പണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സ്റ്റെപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ വേണ്ടി കയറി പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര പൊക്കമാണ്. സ്റ്റെപ്പ് ഇടണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ തിരിച്ചു വന്നപ്പോൾ മറന്നുപോയി. രണ്ട് സൈഡിലും നിറയെ നെല്ലിക്ക ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതിന്റെ മേലെ ശരിക്കും കുറേ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഏറ്റവും മേലെ എത്തിയിട്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ഇവിടെ അടുത്തുള്ള വില്ലേജ്, ഞങ്ങൾ താമസിക്കുന്ന വില്ലേജും അതിന് ചുറ്റോട്ടത്തുള്ള വില്ലേജുകളും എല്ലാം കാണാൻ പറ്റും. ക്ഷേത്രത്തിന്റെ പേര് സർഗമാത അല്ലയോ? സർഗമാത, മലയുടെ മണ്ടയ്ക്കുള്ള അമ്പലത്തിന്റെ പേര് സർഗമാത എന്ന്. ദേവിയുടെ അമ്പലം അല്ലേ? എത്ര പടിയുണ്ട്? ഞാൻ എണ്ണിയില്ല. ഇതുവരെ 160 പോടാ. ആര് പറഞ്ഞ്? ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. അതാ ഈ അമ്പാടി പയ്യുകൾ മീയും തീരുമെന്ന് പറഞ്ഞ തീരാണ് ആ കാണുന്നത്. സാങ്ങോടെ എവിടെയായിട്ടാ വരും? നമ്മുടെ ഇതെവിടാ? ഏത് ടങ്കി? ടങ്കി ഗുഹയില്ല, പാറക്കെട്ടില്ല ഗുഹമല. അതിനകത്ത് കുറച്ചകത്തോട്ട് കുഴിച്ചു വെച്ചിട്ട് അമ്പലം വെച്ചേക്കുന്നത്. അമ്പലമല്ല, പ്രതിഷ്ഠ വെച്ചേക്കുന്നത്. ദേ കയറിപ്പോന്നു. കയറാൻ പറ്റുമോ? കണ്ട, ഇത് പാറയാ, പാറക്കല്ല, അതിനകത്ത് വെച്ചേക്കുവാ. ഭയങ്കര ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ ഞാൻ പണ്ട് മൗണ്ട് അബുവിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ലോക്കലി പുറത്തുനിന്നും ആൾക്കാർ വരാണ്ട് ലോക്കലിലുള്ള ആൾക്കാർ മാത്രം പോകുന്ന ഒരു സ്ഥലമാണിത്. ഏറ്റവും നമ്മൾ കയറി അതിന്റെ മുകളിൽ എത്തുമ്പോഴാണ് അതൊരു മാർബിളിന്റെ മലയാണെന്ന് മനസ്സിലാകുന്നത്. ഇത് രാജസ്ഥാൻ കൂടി ആയത് കാരണം മാർബിളിന്റെ മലകൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ പണ്ട് കാലത്ത് ആരും ഈ ഒരു മാർബിൾ മലയിൽ ആ മാർബിളിനിടയ്ക്ക് കുത്തിവെച്ച ഒരു സ്ഥലമല്ല, ഒരു മന്ദിരമാണിത്. ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ ഈ ഒരു മന്ദിരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 2 എണ്ണമായിട്ടുണ്ട്. ഇപ്പൊ പണ്ട് നാൾ മുതൽ നമ്മൾ ഈ കൊടിയല്ലേ ഇതിന്റെ മണ്ടയ്ക്ക്? ഇത് തന്നെയാണോ അത്? അത് പഴയ പുതിയ ക്ഷേത്ര. ഇത് പഴയതായിരുന്നു. അപ്പൊ അത് പുതിയതായിട്ട് അവർ പണിഞ്ഞതാ. ഇത് ശരിക്കും മലയുടെ ഇടയ്ക്ക് തന്നെ. മലയുടെ ഇടയ്ക്ക് തന്നെ. അതല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇത് മൊത്തം ഇതിന്റെ ഏരിയ അല്ലേ? അമ്മി അമ്പലത്തിന്റെ ഇത് മൊത്തം ഈ ക്ഷേത്രത്തിന്റെ ഏരിയ. ഇത് മോഹൻലാല് മറ്റേ സ്ഫടികത്തിനകത്ത് അടിക്കുന്ന ടൈപ്പ് ഒരു മണി. പണ്ട് മണി അടിച്ച ഇതിലായിരുന്നായിരിക്കും. ഇതിട്ടിട്ട് അവര് പ്രാർത്ഥിക്കല. ഇവിടെ ഈ തരത്തിൽ നേരത്തെ ഇട്ടിട്ട് ആഘോഷ ദിവസങ്ങളിൽ ഇതിട്ടിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇത് ഡ്രമ്മ് സാധനം പഴയത്. ഭയങ്കര വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ മണി അവിടെ ഉണ്ട്. മണി ഞങ്ങൾ മിക്കവാറും വന്നാലും ഇവിടെ ഒരു അതേണ്ട പൊതിച്ചിട്ടേക്കുന്നു അതവരിങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുന്നു ഇവിടെ കെട്ടിയിട്ട് കണ്ടോ. അത് നമ്മളിങ്ങനെ കൊണ്ടുവരത്തില്ലേ നേർച്ചയായിരിക്കും. കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും മാർബിൾ ആവുന്നത്. നോക്ക് കണ്ടോ, ഇത് അത് ഈ എല്ലാ കല്ലുകളും മാർബിൾ അല്ല. പക്ഷേ ഇതില്ലയോ അതിന് മുറിഞ്ഞതിന്റെ ഒരു കഷ്ണം അത് എന്റെ പൊന്നെ ഏതാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കട്ട എടുക്കുന്നവരില്ല. അല്ല ഇതേ ഈ മാർബിൾ എടുക്കുമ്പോ തന്നെ പറയാം മേളിൽ അത് മൊത്തം മാർബിളാ മമ്മി, അത് മൊത്തം മാർബിളാ. മാർബിളുള്ളതാ ഇത്. സാധാ പാറ ഇതിന് ഇരുന്ന് മറ്റേ പൂപ്പലടിച്ചാണോ നടത്തുന്നത്? ഇരുന്ന് അപ്പൊ ആയിരിക്കും പണ്ട് ആൾക്കാർ ഇതിനകത്ത് ഇരുന്ന് അന്ന് ചെയ്തതായിരിക്കും ഇതൊന്ന്. നല്ല തണുപ്പായിരിക്കും. അതാ നല്ല തണുപ്പാ. ഞാൻ നോക്കിക്കട അതിന്റെ മേളവശമൊക്കെ കണ്ടോ മാർബിളാ. എന്നിട്ട് ആ മാർബിളിലാണ് ഇതേണ്ട ആ കള്ളിച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ അമ്മി? അതങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ഞാനും അങ്ങനെയല്ല വെച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ മാർബിൾ അല്ല ശരിക്കും വെക്കാൻ തോന്നുന്നു. ഇതിവിടെ മാർബിൾ മാത്രം കിട്ടുന്നുണ്ട്. മാർബിൾ വെക്കും. കല്ല് വെച്ചിട്ട് നമുക്ക് കുറച്ച് പിറക്കി നാട്ടിൽ കൊണ്ടുപോയിട്ട് ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുത്താലോ. ഇത് പുതിയ അമ്പലം, പുതിയ ക്ഷേത്രം. അത് പക്ഷെ അത് മാർബിൾ ആയിരിക്കും മിക്കവാറും. പക്ഷെ ഇത്ര മാർബിൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥിതിക്ക് ആ അമ്പലം കൂടി ഇവര് മാർബിളിൽ ഉണ്ടാക്കാമായിരുന്നു. ഈ കള്ളിച്ചെടി ഒരു വെറൈറ്റി കേട്ടോ. ഇത് മൊത്തം മറ്റേ മാർബിൾ വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കുണ്ടോ. CCTV ഒക്കെ ഉണ്ട്. ഇത് ഈ കൊത്തി വെച്ചിരിക്കുന്ന മൊത്തം മാർബിളാണ്. നമ്മള് മൗണ്ട് ആബുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി ടെമ്പിളൊക്കെ കാണും. ഇത് പക്ഷെ മലയുടെ മണ്ടയ്ക്ക് ഇത്ര ഇതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭയങ്കര ഭംഗിയുണ്ട്. കാണുന്നത് മൊത്തം ഇങ്ങനെ കണ്ടോ മാർബിളാണ്. ഇതിലെല്ലാം കൊത്തി വെത്തി വെച്ചിരിക്കുന്നുണ്ട്. തറയിൽ ചവിട്ടുമ്പോ തണുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി രണ്ട് സൈഡിൽ നിറയെ നെല്ലിക്കയായിരുന്നു പറഞ്ഞിരുന്നല്ലോ. ഒത്തിരി ഉണ്ടായിരുന്നു, നിറയെ നെല്ലിക്ക. എനിക്കാണ് അത് കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പറിക്കാന്ന് വിചാരിച്ചു. അത് കുറേയൊക്കെ എല്ലാവരും പറിച്ചിട്ട് പോയിട്ടുണ്ട്. കാരണം ഒത്തിരി ഉണ്ട്, വളരെ കുറവൊന്നുമല്ല. ആ ഒരു ഏരിയ മൊത്തം അവരിങ്ങനെ ഇതുപോലെയുള്ള ഓരോ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ച് നെല്ലിക്കയൊക്കെ തെല്ലിപ്പറിച്ചിട്ടാണ് പോകുന്നത്. കാണിച്ചിട്ട് താഴെ ഒരു നെല്ലിക്ക, ഫ്രഷ് നെല്ലിക്ക. അതിന് മേളിലൊക്കെ ഒത്തിരി ഉണ്ട്, കിട്ടുന്നില്ല. പക്ഷെ പോയി ഒന്നുകൂടെ ഏതമ്മിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ അന്ന് ഗുജറാത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ഡിഷ് കണ്ടിട്ടുണ്ടായിരുന്നു, ഉമ്പാടി എന്ന് പേരുള്ളത്. അപ്പൊ നമ്മൾ അതൊന്ന് ഉണ്ടാക്കാനാണ് ഉമ്പാടിയ. ഇത് മല്ലിയില പുതിനയിലൊക്കെ വെച്ചിട്ടാണ് ഉമ്പാടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് നമ്മളിടുന്ന ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫുള്ള് തോല് കളയില്ല, കുറച്ച് മാത്രം ഇങ്ങനെ ചിരണ്ടി ഇടും. എന്നാലും ഒരു പച്ച ചവ കിട്ടത്തുള്ളൂ അതിന്. പിന്നെ നമുക്ക് കാച്ചിൽ, അതായത് നമ്മൾ നീല കാച്ചിലിടാം. ചേന ഉണ്ടെങ്കിൽ ചേനയിടാം, ചേമ്പുണ്ടെങ്കിൽ ചേമ്പിടാം, മധുരക്കിഴങ്ങിടാം, ഇതൊക്കെ ഇടാം. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ ടൈപ്പ് പീസാണ്. ഒരു നമ്മുടെ ഗ്രീൻ പീസൊക്കെ പോലെ ഒരു പീയാണ് ഇത്. കണ്ട പീസ് ഇത് നമ്മൾ ശരിക്കും കറിയൊക്കെ വയ്ക്കുമ്പോൾ പൊളിച്ചാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിഷിനകത്ത് ഇവർ ഇങ്ങനെ പച്ചക്കന്നെ ഇടുക ചെയ്യുന്നത്, കഴുകിയെടുക്കുക ചെയ്യുന്നത്. ഇതൊരു ടൈപ്പ് പീസാണ്. കണ്ടില്ല, ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. ഇതിങ്ങനെ തുറക്കുമ്പോൾ അതാ കണ്ടോ ഒരു പയർ വരുന്നുണ്ട്. ഒരു പയറാണ് കണ്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഡുണ്ടുമോളും കൂടി അത് ഉണ്ടാക്കിയെടുത്തു. ആ കലത്തിൽ അവർ ശരിക്കും കലത്തിലിട്ട് അതിൻ്റെ കലത്തിൻ്റെ വായ മൂടി കെട്ടി ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് പറ്റാത്ത കാരണം നമ്മൾ കലത്തിലിട്ടിട്ട് പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒരു കുറച്ച് വെള്ളം മാത്രം തളിച്ച് ഏകദേശം ചുടുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ചെയ്തത്. അതിന് കൂടെ പുതിന ചട്നിയും പുതിനയിലയും മല്ലിയിലയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയൊരു ചട്നിയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ മേലെ പോയിരുന്നു അത് കഴിച്ചു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ സാധനം വാങ്ങിച്ചപ്പോൾ ഡുണ്ടുമ്പോൾ അതിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചുള്ള കിഴങ്ങ് വാങ്ങിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ കൊടുത്തപ്പം കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ അടുത്ത് വന്നിരുന്നെങ്കിൽ അധികം കഴിക്കാനൊന്നും നിന്നില്ല അവള്. ഇങ്ങനെ ചൂടോടുകൂടി ഇതിന് മുക്കിയിട്ട് ഇഷ്ടം സൂപ്പർ ഉമ്പാടിയ. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ പീസ്.
ആൾക്ക് മുക്കാണ്ട് കൊടുത്താൽ മതി. ഇത് മേത്തിയെല്ലാം എന്തിട്ടുണ്ട്, മല്ലിയിലയും പുതിനയിലയും കൂടെ അരച്ചെടുത്ത ചമ്മന്തിയുടെ. ഇത് മറ്റേ പയറ് സാധനം, പയറ്. അത് ചേമ്പ് കായ ഉണ്ടായിരുന്നു അതിനകത്ത്, വാഴയ്ക്ക ഉണ്ടായിരുന്നു. സുഞ്ചിനെ അനിച്ചിരി നീ താരം പണി പോണ്ട. നീ ബാ ചമ്മന്തി മുക്കാതെ കുറച്ച് ഉമ്പാടിയ ഉമ്പാടി വേണ്ടേ, ചമ്മന്തി മുക്കി കൊടുക്കായിരുന്നു. മുക്കി താടിയെന്ന് എനിക്ക് ചമ്മന്തി. ഓ എന്നാ ചമ്മന്തി മുക്കി തരാം. ചിഞ്ച കുഴപ്പമില്ല, ഇവിടെ നിന്നുണ്ട്. കാപ്പി 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 ചിഞ്ച. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങി, രാത്രിയായി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന മീൻ ഉണ്ടായിരുന്നു, ഡാമിൽ നിന്ന് കൊണ്ടുവന്ന്. അങ്ങനെ പിന്നെ ഞാനും ഡുണ്ടുമോളുടെ മീനൊക്കെ വെട്ടി കറി വെച്ചിക്കാന്ന് വെച്ചിരുന്നു. അങ്ങനത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നത്തെ ദിവസം കഴിഞ്ഞ് കിട്ടി. കുത്തും ഞാൻ കുത്തും ഞാൻ സുന്ദര കുത്തും ഇങ്ങനെ മച്ചലി കൊടുത്തേ. സുന്ദരൻ്റെ മൂക്കിനകത്തുണ്ട്, അതിൻ്റെ മൂക്കും